പരീക്ഷാഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഉപരിപഠനത്തിനായി മാർക്ക് പുനർമൂല്യനിർണ്ണയം നടത്താൻ കാത്തിരുന്ന വിദ്യാർത്ഥികളെ വീണ്ടും കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തിക്കൊണ്ട് CBSEയുടെ വെബ്സൈറ്റിൽ വലിയ സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കുറ്റമറ്റ രീതിയിൽ സംവിധാനം ഒരുക്കുമെന്ന് ഉറപ്പു നൽകിയ അധികൃതരുടെ വാക്കുകളാണ് ഇപ്പോൾ പാഴായിരിക്കുന്നത്. CBI 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാനുള്ള CBSE വെബ്സൈറ്റിലെ തകരാർ സംഭവിച്ചതോടെ വിദ്യാർത്ഥികൾ കടുത്ത പ്രതിസന്ധിയിലാവുകയായിരുന്നു. ഇന്നു മുതൽ അപേക്ഷകർ നൽകാമെന്നായിരുന്നു ഔദ്യോഗിക അറിയിപ്പ്. എങ്കിലും വെബ്സൈറ്റ് ഇതുവരെയും പ്രവർത്തനക്ഷമമായിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് IIT വിദഗ്ധരടക്കം ഉൾപ്പെടുത്തി CBSE ഉറപ്പു നൽകിയിരുന്ന ഇടത്താണ് ഈ വൻ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റ് പണിമുടക്കിയതിന് പിന്നാലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആശങ്കയുടെ നിഴലിലാഴ്ത്തി മറ്റൊരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേവലം ഒരു സാങ്കേതിക തകരാറിനപ്പുറം കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ CBSE അധികൃതർ വരുത്തിയ ഗുരുതരമായ അനാസ്ഥയാണ് ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നത്. CBSEയിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നും വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ ഇന്റർനെറ്റിൽ സുലഭമാണെന്നുമുള്ള വെളിപ്പെടുത്തലുമായി ആക്ടിവിസ്റ്റുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികളുടെ റോൾ നമ്പറുകൾ, വിലാസങ്ങൾ, ഫോൺ നമ്പറുകൾ അടക്കമുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളാണ് ഡിജിറ്റൽ ലോകത്ത് പരസ്യമായിരിക്കുന്നത്. CBSEയുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രധാന പോർട്ടലുകളിൽ ഒന്നിൽ ഈ വൻ സുരക്ഷാ തകരാർ കണ്ടെത്തിയിട്ടുണ്ട്. ബോർഡിന്റെ OSM പോർട്ടലുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരച്ചോർച്ച കണ്ടെത്തിയിട്ടുള്ളത്. ഈ പോർട്ടലിലെ വിദ്യാർത്ഥികളുടെ അതീവ രഹസ്യമായ ഡേറ്റാബേസ് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ ആർക്കും ആക്സസ് ചെയ്യാവുന്ന നിലയിലാണെന്ന് എത്തിക്കൽ ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളുടെ സ്വകാര്യ വിവരങ്ങൾ പരസ്യമായതോടെ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത CBSEയുടെ ഈ നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും ആക്ടിവിസ്റ്റുകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ വലിയ സാധ്യത ഉള്ളതിനാൽ സൈബർ ലോകത്ത് ഇതൊരു അതീവ ഗുരുതരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഇത്തരം സാങ്കേതിക പിഴവുകൾ CBSE പോലെയുള്ള ഒരു വലിയ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പരീക്ഷാഫലം വന്നതിന് പിന്നാലെ മാർക്കിൽ സംശയമുള്ള കുട്ടികൾക്ക് കൃത്യസമയത്ത് പുനർമൂല്യനിർണ്ണയത്തിന് അവസരം നൽകേണ്ടത് ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. പരീക്ഷാ നടത്തിപ്പിലും ഡിജിറ്റൽ സംവിധാനങ്ങളിലും യാതൊരുവിധ വീഴ്ചയും ഉണ്ടാകില്ലെന്നായിരുന്നു CBSE ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ഇന്നു മുതൽ നൽകാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിനുള്ള വെബ്സൈറ്റ് സജ്ജീകരിച്ചതായും സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ വെബ്സൈറ്റ് പ്രവർത്തിക്കുമെന്നാണ് CBSE അറിയിച്ചിരുന്നത്. എന്നാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം വെറും ജലരേഖയായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ IT വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയതെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ വൻ പരാജയം. വെബ്സൈറ്റിന്റെ സുരക്ഷയ്ക്കും സുഗമമായ പ്രവർത്തനത്തിനുമായി സൈബർ സുരക്ഷാ വിദഗ്ധരും സർക്കാരിൽ നിന്നും IITയിൽ നിന്നുള്ള വിദഗ്ധരും ഇതിനായി സജീവമായി പ്രയത്നിക്കുന്നുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. ഇത്രയധികം സംവിധാനങ്ങളും മുൻകരുതലുകളും ഉണ്ടായിട്ടും വെബ്സൈറ്റ് തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നത് CBSEയുടെ ആസൂത്രണമില്ലായ്മയാണെന്നാണ് കാണിക്കുന്നത്. അപേക്ഷാ സമർപ്പണം വൈകുന്നത് കുട്ടികളുടെ കോളേജ് പ്രവേശനത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറ്റ് സർവകലാശാലകളിലും കോളേജുകളിലും പ്രവേശന നടപടികൾ അതിവേഗം പുരോഗമിക്കുന്ന ഈ സാഹചര്യത്തിൽ പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റ് പണിമുടക്കുന്നത് വിദ്യാർത്ഥികളെ വലിയ തോതിൽ ആശങ്കയിലാക്കുന്നുണ്ട്. മാർക്ക് പുതുക്കി കിട്ടാൻ വൈകിയാൽ കുട്ടികൾ തങ്ങൾ ആഗ്രഹിച്ച കോഴ്സുകളിൽ സീറ്റ് നഷ്ടപ്പെടാൻ ഈ വലിയ വീഴ്ച കാരണമായേക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. രാജ്യത്തെ പ്രവേശന പരീക്ഷകളിലും ബോർഡ് പരീക്ഷകളിലും തുടർച്ചയായി ഉണ്ടാകുന്ന പരീക്ഷാ ക്രമക്കേടിലും സാങ്കേതിക പിഴവുകളിലും കേന്ദ്ര സർക്കാരും ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഉപരിപഠന സ്വപ്നങ്ങളെ ബാധിക്കുന്ന ഇത്തരം വീഴ്ചകളിൽ നിന്ന് CBSE ഉന്നത അധികാരികളിൽ നിന്നും സമിതി നേരിട്ട് വിശദീകരണം തേടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഉപരിപഠനത്തിനായുള്ള അപേക്ഷകർ സമർപ്പിക്കേണ്ട നിർണായക സമയത്ത് വെബ്സൈറ്റുകൾ പണിമുടക്കുന്നത് വിദ്യാർത്ഥികളുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. സാങ്കേതിക തകരാറുകൾ അടിയന്തരമായി പരിഹരിച്ച് അപേക്ഷാ സമർപ്പണം സുഗമമാക്കാൻ CBSE തയ്യാറാകണം. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നതിനെക്കുറിച്ചുള്ള സുരക്ഷാ വീഴ്ചയിൽ കൃത്യമായ അന്വേഷണം നടത്തുകയും വേണം.